ഡീനാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ഫ്രൂട്ട്സ് കൊണ്ടുള്ളൊരു ഐസാണ്. ഇത് കാണാനും കഴിക്കാനൊക്കെ നല്ല രസമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് നല്ലതുപോലെ ഇഷ്ടപ്പെടും. ഇതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് കുരുല്ലാത്ത പച്ചമുന്തിരി, 1/2 കപ്പ് പഞ്ചസാരയും 1 കപ്പ് വെള്ളവും ചേർത്തിട്ട് ജ്യൂസ് അടിച്ച് അരിച്ചെടുക്കുക. ഇതുപോലുള്ള ഒരു ഐസ് ട്രേയോ ഗ്ലാസ്സോ എടുക്കുക. ഇനി കനം കുറച്ച് ചെറുതായിട്ട് മുറിച്ചെടുത്ത പൈനാപ്പിൾ ഒരു 4-5 കഷ്ണം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മുകളിലായിട്ട് ചെറിയ കഷ്ണങ്ങളായി മുറിച്ച ചെറുപ്പഴം ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉറുമാമ്പഴം കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മുന്തിരി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. വല്ലാതെ കുത്തി നിറച്ച് ടൈറ്റ് ആക്കരുത്, അപ്പം നമ്മൾ ഐസ് ഇങ്ങനെ പൊട്ടി പൊട്ടി പോവും. ഇനി നമ്മൾ അടിച്ചു വെച്ച മുന്തിരി ജ്യൂസ് ഇതിൽ ട്രേയിൽ നിറച്ച് ഒഴിച്ചു കൊടുക്കുക. ഗ്ലാസ്സിലത്തെ ഐസിന് കോല് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസിൻ്റെ മുകൾ ഭാഗത്തിൽ പ്ലാസ്റ്റിക്കിൻ്റെ കവറുകൊണ്ട്, പ്ലാസ്റ്റിക് കവറോ അല്ലെങ്കിൽ പേപ്പറോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടൊന്ന് ടൈറ്റ്, റബ്ബർ ബാൻഡ് ഇട്ട് ടൈറ്റാക്കി ഇതുപോലെ ഒന്ന് വെക്കുക. നടുക്കൊരു ഓട്ടുണ്ടാക്കിയിട്ട് അതിക്ക് ഞാനിപ്പോൾ ഇവിടെ എടുത്തത് പേരക്കൻ്റെ കമ്പാണ്, താഴത്ത് ഇറക്കി വെക്കുക. ഇനി ഇത് 5-6 മണിക്കൂർ ഫ്രീസറിൽ വെക്കുക. നമ്മുടെ ഐസ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. 6 മണിക്കൂറിന് ശേഷമാണ് ഞാനത് ഫ്രീസറിൽ നിന്ന് എടുത്തത്. ട്രേയിൽ ഇത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ട് അതൊക്കെ ഒന്ന് എടുത്താൽ മതി. ഇത് നല്ല സെറ്റായി വന്നിട്ടുണ്ട് നമ്മൾ ഐസ്. ഇപ്പോൾ അവിടെ ഫ്രൂട്ട്സൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. മാങ്ങയോ ആപ്പിളോ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ഉപയോഗിക്കാം. ഫ്രൂട്ട്സ് കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ മതി. കുട്ടികൾക്ക് തന്നെ ഇത് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോകൾ കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കൺ അമർത്തുക.